നമ്മുടെ ഉത്കണ്ഠകളില്ലേ ആൾക്കാർക്ക്, ഈ ഉത്കണ്ഠയും കൃപയും തമ്മിൽ കുറേ ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങളവർക്ക് ഇതിന് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം, പിന്നെ അതിന് നെഗറ്റീവായിട്ട് എന്താ ബന്ധം? ഇത് രാത്രിയും പകലും തമ്മിൽ എന്താ ബന്ധം? ഉത്കണ്ഠയും കൃപയും തമ്മിൽ എന്താ ബന്ധം? ഉത്കണ്ഠയെക്കുറിച്ച് ഈശോ പറഞ്ഞത് മത്തായി 6:34, അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. അതിന്റെ ക്ലേശം. അപ്പൊ ഈ ഓരോ ദിവസത്തിനും ഓരോ ക്ലേശം ഉണ്ടാകുമ്പോൾ തന്നെ എന്നെ പോസിറ്റീവ് ആക്കേണ്ട എങ്ങനെയെന്ന് അറിയാവാ? അതിന് ഉപോത്ബലമായിട്ട് അതാത് ഓരോ പ്രഭാതത്തിലും അവൻ്റെ സ്നേഹം പുതിയതാണെന്നുള്ള വചനമുണ്ട്. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഈശോ പറഞ്ഞാണ് ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസത്തിന് ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യസനങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകും. പക്ഷേ അപ്പോൾ ഓർക്കണം, ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ പുതിയ സ്നേഹം കൂടി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഉത്കണ്ഠകൾ ഉണ്ട്, പക്ഷേ അതേസമയം തന്നെ അതിനെ ഈ സ്നേഹം കൊണ്ട്, കർത്താവിൻ്റെ സ്നേഹം കൊണ്ടാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മളെന്ത്, കൃപയും ആവശ്യവും തമ്മിൽ ബന്ധമുണ്ടേ. നിനക്ക് വ്യസനമുണ്ട്, ആ വ്യസനത്തിൽ മാറണം. നിനക്ക് ഓരോ ക്ലേശങ്ങളുണ്ട്, ആ ക്ലേശത്തിൽ മാറണം. അതിനാവശ്യമാണ്. ആ ആവശ്യത്തിന്, ആ ഉത്കണ്ഠയെ നമുക്ക് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. നീഡ് ഓഫ് ദി ടൈമാണ്. വേണ്ട സമയത്തോടെ നീഡ് ഓഫ് ദി ടൈം എന്ന് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. ഒരു ദിവസം നമുക്കൊരു പ്രത്യേക ആവശ്യം വന്നു, അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കരുണയുടെ കൃപാവരത്തെ അതിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. അതിലെ കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? കർത്താവ് തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ക്ലേശങ്ങളുണ്ടെങ്കിൽ ആ ക്ലേശങ്ങളിൽ നമ്മൾ കർത്താവിനെ സമീപിക്കുകയും കർത്താവ് അത് കൃപയായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ക്ലേശങ്ങളെ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്താണ് കൃപ നമ്മളോട് സഹകരിച്ചുകൊണ്ട് കൃപയുടെ വാഹകരായിട്ട് മാറുന്നത്. ക്ലേശങ്ങളും കൃപയും തമ്മിൽ ബന്ധമുണ്ട്, ക്ലേശങ്ങളും ക്രിസ്തുവും തമ്മിൽ ബന്ധമുണ്ട്. ഇത് നമ്മൾ കൃപയിൽ വളരണത്, ഓരോ പ്രഭാതത്തിലും വളർന്ന് വരണത് ഈ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ്, മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്.